ഉപ്പുതറ കാക്കത്തോട് കൂപ്പ് വെട്ടുന്നതിനെതിരെ നാട്ടുകാർ കോടതിയിൽ നൽകിയ വാദം 26ലേക്ക് മാറ്റി. കൂപ്പ് വെട്ടിയാൽ കാട്ടാന ഉൾപ്പെടെ നാട്ടിലിറങ്ങുമെന്നാണ് നാട്ടുകാരുടെ പരാതി. ആന നാട്ടിലിറങ്ങാതിരിക്കാനുള്ള ട്രെഞ്ച് ഉൾപ്പെടെ നിർമ്മിച്ച ശേഷമേ കൂപ്പ് വെട്ടാവൂ എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാഞ്ചാർ റേഞ്ചിന് കീഴിൽ കാക്കത്തോടിൽ 100 ഏക്കർ സ്ഥലത്താണ് കൂപ്പ് വെട്ടാൻ കരാർ നൽകിയിരിക്കുന്നത്. കൂപ്പ് വെട്ടാൻ പൂജയും തെക്കുമരം വെട്ടുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് നാട്ടുകാർ കോടതിയെ സമീപിച്ചത്. 14 ദിവസത്തേക്ക് കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. തിങ്കളാഴ്ചയാണ് കോടതി പരാതിയിൽ ചർച്ച ചെയ്യാൻ നിശ്ചയിച്ചിരുന്നത്. ഇതിപ്പോൾ 26-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. തൊഴിലാളികൾ പണി കളയാൻ വേണ്ടി കോടതിയെ സമീപിച്ചതാണെന്നാണ് 4-5 വർഷമായി ഞങ്ങൾ ഇതിന്റെ പുറകെ പരാതിയായിട്ട് നടക്കുന്നതാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് കൂപ്പ് വെട്ടുക എന്നറിഞ്ഞുകൊണ്ട് ഞാൻ റേഞ്ചേഴ്സിൽ ഉൾപ്പെടെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കിത് ബാധിക്കുകയില്ല, മറ്റുള്ള മൃഗങ്ങൾ കയറുന്ന ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമില്ല, നിങ്ങൾ മറ്റെന്തെങ്കിലും നടപടി നോക്കാനാണ് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ കോടതിയെ സമീപിക്കുന്നത്, അല്ലാതെ തൊഴിലാളികളോട് ഒരു ദ്രോഹവും ചെയ്യാൻ വേണ്ടിയല്ല. തേക്കും മറ്റു മരങ്ങൾ ഉൾപ്പെടെയാണ് വെട്ടാൻ കരാർ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കൂപ്പ് വെട്ടിയതിനു ശേഷമാണ് കാട്ടാന ശല്യവും മറ്റു വന്യമൃഗശല്യവും ഇവിടെ വർദ്ധിച്ചിരിക്കുന്നത്. തേക്കുന്നത് മാത്രമല്ല, അതിനകത്ത് നിൽക്കുന്ന മുഴുവൻ വൃക്ഷങ്ങളും വെട്ടുന്നതിന് വേണ്ടിയാണ് ടെൻഡർ എടുത്തിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ടെൻഡർ എടുത്ത് വെട്ടി ആ പൂപ്പ് വെട്ടിക്കഴിഞ്ഞപ്പോൾ തടികൾ മുഴുവൻ ഇറക്കിക്കഴിഞ്ഞാണ് മൃഗങ്ങളുടെ കൂടുതൽ ശല്യം ഉണ്ടാകുന്നത്. ഇപ്പോഴാണെങ്കിൽ ഇത്തരം അതിശക്തമായ ഈ കൊടും വേനലും വെയിലും വരുമ്പോൾ ഉള്ള വൃക്ഷങ്ങളുടെ അടിയിലെങ്കിലും മൃഗങ്ങൾ തണലത്ത് നിൽക്കുന്നതിന് പകരം അത് മുഴുവൻ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെല്ലാം കൂടെ വീണ്ടും ഈ വെളി പ്രദേശത്തേക്ക് തന്നെ ഇറങ്ങും. കൂപ്പ് കടന്നുപോലും ഇപ്പോൾ കാട്ടാന നാട്ടിലെത്തി ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തുന്നുണ്ട്. മരങ്ങൾ പൂർണ്ണമായി വെട്ടുന്നതിനാൽ കൂടുതൽ വന്യമൃഗങ്ങൾ നാട്ടിലെത്തുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ഈ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ കൂട്ടുവെട്ടി പിന്നെയാണ് അവിടെ ജനവാസ മേഖലകളിലേക്ക് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കടന്ന് കൂടുതൽ കൃഷി നശിപ്പിക്കുകയും ആളപായം ഉണ്ടായിട്ടില്ല എന്ന് മാത്രം ബാക്കിയുള്ള എല്ലാ രീതിയിലുമുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 3 വർഷക്കാലമായിട്ട് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയുമായിട്ട് പോവുകയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ തന്നെ ഇപ്പോൾ വീണ്ടും അടുത്ത് മുമ്പോട്ട് വരികയും അത് കൂടുതൽ നാട്ടുകാർ കോടതിയിൽ സമീപിച്ചതോടെ അനാവശ്യ വിവാദവും ചിലർ ഉയർത്തുന്നുണ്ട്. തൊഴിലാളികൾക്ക് പണിയില്ലാതാക്കാനാണ് കോടതിയെ സമീപിച്ചതെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. തൊഴിലാളികൾക്കെതിരായല്ല കോടതിയെ സമീപിച്ചത്, ജനങ്ങളുടെ സുരക്ഷ ഒരുക്കി മാത്രമേ കൂപ്പ് വെട്ടാൻ അനുവദിക്കൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.